ഇപ്പോൾ അതുപോലെ തന്നെ നീ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ചിലവരത് ടപ്പാകുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര തെറ്റാണ്. അത് ഞാൻ അറിഞ്ഞു. അത് ഞാൻ ഭയങ്കര ഓവറായിട്ട് സംസാരിക്കും. അതുപോലെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെല്ലാവരും മനുഷ്യന്മാരെന്നല്ലേ? ഇപ്പോൾ സ്പീഡിൽ സംസാരിക്കുന്നവരുണ്ട്, സ്ലോ ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്ലാങ് ആണ്, അതേപോലെ ഓരോ ടോണാണ്. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന സ്പീഡിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് വെച്ചിപ്പോൾ ഒരാളെ കുറ്റം പറയേണ്ടതൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് പറയാം. അല്ലാതെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പറയും നീ ഇപ്പോൾ വേഗം റെഡി ആയിക്കോ, അല്ലെങ്കിൽ നീ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിർത്തൂല എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ നീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പറയും എടി ഇത് നീ മുന്നേ സംസാരിച്ചില്ല, അത് ഇന്നലെ വീണ്ടും. ഇവർ വേണമെങ്കിൽ 10 വട്ടത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മത് കേട്ടോണ്ടിരിക്കും. എന്നാൽ നമ്മളെ ഭാഗത്തു നിന്ന് അങ്ങനെ പറയുമ്പോൾ അവരങ്ങനെ. പക്ഷെ എൻ്റെ ഒരു രീതി വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് ഇപ്പോൾ ആരെങ്കിലും പറയും, ഞാൻ അത് കേട്ടോണ്ടിരിക്കും, പ്രതികരിക്കും, ഇല്ല എന്നല്ല. പക്ഷെ ആദ്യം ഒന്ന് കേട്ടും പിന്നെയും കേൾക്കുമ്പോഴാണ് ഞാൻ പ്രതികരിക്കൽ. ചിലവർ സ്പോട്ടിന് പ്രതികരിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രതികരിക്കണം എന്നാണ് എനിക്കിപ്പോൾ ആഗ്രഹം. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കൽ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വിഷമാവോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അങ്ങനെ വിചാരിക്കാറല്ല, വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ അങ്ങനെ ഉള്ളിൽ പറയും, എങ്കിലും ഞാൻ പുറത്ത് കാണിക്കാറില്ല. പക്ഷേ ഇനി എനിക്കിത് തുടങ്ങണം. ഇങ്ങോട്ട് എങ്ങനെയാ തിരിച്ച് അതേപോലെ അങ്ങോട്ടും പറയാം.